കിട്ടിയാ കൊള്ളാന്നുണ്ട്. നമ്മുടെ ഏത്തക്കാപ്പം അതെന്തോ ഏത്തക്കാപ്പം ഏത്തക്കാപ്പം പ്രശ്നമൊന്നുമില്ല. ഏത്തക്കാപ്പത്തിന്റെ കേസ്. പപ്പായനൊക്കെ നാട്ടില് അവിടെ എന്താ പറയാ? നാട് എവിടെയായിരുന്നു? പത്തനംതിട്ട. ലൗലോലിക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ. അതിന് എന്താ ഞങ്ങള് ലോലോലിക്കാന്ന് പറയും, ലൗലോലിക്കാന്നും പറയും, ചിലടത്ത് ഡബ്ലോലിക്കാന്നൊക്കെ പറയും, അങ്ങനൊക്കെ പറയും. അതുപോലെ പഴംപൊരി, ഏത്തക്കാപ്പം. പപ്പായന എന്താ നാട്ടിൽ പറയും? കപ്പളങ്ങ. അതുപോലെ ചാമ്പയ്ക്ക, ചാമങ്ങ, ലൗലോലിക്ക, പിന്നെ പഴംപൊരിന് എന്താ പറയാ? ബോളി. ഈ പാവയ്ക്കനൊക്കെ അവിടെ എന്താ പറയാ? പഴംപൊരിയോ? അതുപോലെ തന്നെ കപ്പന എന്താ പറയാ? ചൂല്. അപ്പൊ ഈ തൂക്കുന്നതിന്റെ മൊത്തത്തിൽ എന്താ പറയാ ട്രിവാൻഡ്രത്തിന്റെ ആ ഒരു ഇതില്? മധുരണ്ണാൻ. അതെന്തായിരുന്നു? തേങ്ങ ആവുന്നതിന് മുമ്പ് ഒരു ചെറിയ സാധനം ഉണ്ടാവുമല്ലോ, അതിനെന്താ പറയാ? മെച്ചിങ്ങ. നമ്മളവിടെ വെള്ളക്ക എന്ന് പറയാം. ലോലിക്കൻ എന്താ പറയാ? ഉപ്പിലിടില്ലേ ഒരു ചുവന്ന? ലൗലോലിക്ക. പപ്പായ, കപ്പളങ്ങ. ചൂലിന് എന്താ പറയാ? ചൂല്. ഈ മാറാലൻ എന്താ പറയാ? ഈ ഇതിലൊക്കെ ഉള്ളത് ചുക്കിരി വല. പിന്നെ പ്രശ്നമാവുന്നതിന് എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ പ്രശ്നമാവാണ് ആകെ. ബെഗിഡ്. കണ്ടില്ലേ, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലരും പല കാര്യങ്ങളും പറയുന്ന പല വിധത്തിലാണ്. കുറച്ച് അച്ചടി ഭാഷേനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ മലയാളം എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ പല വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ കൊച്ചു മലയാളം ഇങ്ങനെ പരന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6 മലയാളിക്ക് 100 ഭാഷ എന്ന് പറയുന്നതും. ക്യാമറ പേഴ്സൺ അഭിലാഷിനൊപ്പം അരുണിമ കലാപ്രദീപ്, കൈരളി ന്യൂസ് ഓൺലൈൻ.